24 അക്ബർ റോഡ് എന്ന ദീർഘകാലത്തെ വിലാസത്തിൽ നിന്ന് പുതിയ മേൽവിലാസത്തേക്ക് മാറുകയാണ് കോൺഗ്രസ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ് കണ്ട ആസ്ഥാനം പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. പ്രധാനമന്ത്രിയായിരിക്കെ 2009 ഡോക്ടർ മൻമോഹൻ സിംഗ് തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 15 വർഷമെടുത്തു. കോൺഗ്രസിലെ പിളർപ്പിനു പിന്നാലെ 1978 24 അക്ബർ റോഡിലെ ഈ ഓഫീസ് പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രമായത്. പിന്നീട് 4 പതിറ്റാണ്ടുകാലം ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക സംഭവവികാസങ്ങൾക്കും കോൺഗ്രസിന്റെ ഉയർച്ച താഴ്ചകൾക്കും ഈ ആസ്ഥാനം സാക്ഷിയായിട്ടുണ്ട്. ജന്തർ മന്ദർ റോഡിലെ 7-ാം നമ്പർ വസതിയിൽ നിന്നാണ് 1978 24 അക്ബർ റോഡ് എന്ന വിലാസത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ പിളർപ്പിന് ശേഷം ഇന്ദിരയോടൊപ്പം നിന്ന ഗദ്ദം വെങ്കടസ്വാമി MP തനിക്ക് അനുവദിച്ച വസതിയാണ് പാർട്ടിക്കായി നൽകിയത്. പിന്നീട് 4 പതിറ്റാണ്ടുകാലം പാർട്ടിയുടെ സംഭവബഹുലമായ ചരിത്രം കണ്ട മണ്ണാണ് 24 അക്ബർ റോഡ്. തിരിച്ചടിക്കു പിന്നാലെ 80-ലെ ഇന്ദിരയുടെ തിരിച്ചുവരവ്, രാജീവ് ഗാന്ധിയുടെ അധികാരകാലം, ഇന്ദിര രാജീവ് വധങ്ങൾ, സോണിയുടെ രാഷ്ട്രീയ പ്രവേശനം, മൻമോഹൻ സിംഗിന്റെ ഭരണം, 24 അക്ബർ റോഡിലെ ചരിത്രം അങ്ങനെ നീളുന്നു. ഇന്ദിരാഗാന്ധി മുതൽ മല്ലികാർജ്ജുൻ ഖർഗെ വരെയുള്ള പാർട്ടി അധ്യക്ഷന്മാർ ഈ ഓഫീസിലിരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ് എന്നീ പ്രധാനമന്ത്രിമാർക്കും ഈ ആസ്ഥാനം ഇരിപ്പിടമൊരുക്കിയിട്ടുണ്ട്. 1998 കോൺഗ്രസ് അധ്യക്ഷനായി സീതാറാം കേസരിയെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയ നാടകീയ സംഭവങ്ങൾക്കും AICC ആസ്ഥാനം സാക്ഷിയായിട്ടുണ്ട്. 2004 അന്തരിച്ച മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി AICC ആസ്ഥാനത്തിന്റെ ഗേറ്റ് തുറക്കാതിരുന്ന വിവാദം ഈ സമീപകാലത്ത് കൂടി ചർച്ചയായിരുന്നു. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയുടെ ഇതുവരെയുണ്ടായിരുന്ന ഗൃഹാതുരത്വമില്ലാതെയാണ് 6 നിലകളിലായി പുതിയ മന്ദിരം. കോൺഗ്രസ് അധ്യക്ഷനെ കൂടാതെ AICC ഭാരവാഹികൾക്കും പാർലമെന്ററി പാർട്ടി നേതാവിനും ലോക്സഭാ കക്ഷി നേതാവിനും പ്രത്യേകം ഓഫീസുകളുണ്ടാകും. 2016 സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷയായ സമയത്താണ് പുതിയ ആസ്ഥാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കോൺഫറൻസ് ഹാളുകൾ, ലൈബ്രറി, ഗവേഷണ കേന്ദ്രം, കോൺഗ്രസിലെ പോഷക സംഘടനകൾക്കുള്ള ഓഫീസ് തുടങ്ങിയ സൌകര്യങ്ങളോടെയാണ് പുതിയ ആസ്ഥാനം. കോൺഗ്രസ് പുതിയ ആസ്ഥാന മന്ദിരത്തിന് വിലാസം സ്വീകരിച്ചതിലുമുണ്ടൊരു കൌതുകവും ജാഗ്രതയും. ഞാനീ നിൽക്കുന്ന ദീൻദയാൽ ഉപാധ്യായ മാർഗിലാണ് മീറ്ററുകൾക്കപ്പുറം BJPയുടെ ആസ്ഥാന മന്ദിരം. സംഘപരിവാർ ആചാര്യന്റെ പേര് പുതിയ വിലാസത്തിൽ വരാതിരിക്കാൻ പ്രവേശന കവാടം ഇവിടെ നിന്ന് തൊട്ടപ്പുറമുള്ള കോട്ട്ല മാർഗിലേക്കാണ് കോൺഗ്രസ് മാറ്റിയിരിക്കുന്നത്. കോൺഗ്രസ് ആസ്ഥാനം കൂടി കോട്ട്ല മാർഗിൽ വരുന്നതോടെ BJP, CPI ആസ്ഥാനങ്ങൾ, ഹർകിഷൻ, സുർജിത് സിംഗ് ഭവൻ തുടങ്ങിയ 4 പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്രങ്ങളെല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിലാകും. പുതുവർഷത്തിൽ പുതിയ വിലാസവുമായി മറ്റൊരു ഇന്നിംഗ്സിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ സംഘടനാ തലത്തിലടക്കം വലിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ഡൽഹിയിൽ നിന്ന് മോഹൻ കുമാറിനൊപ്പം നിതിൻ അംബുജൻ, 24.